ഉണ്ടോ? ഇതെല്ലാം മെഴുപുഴു വ്യാപിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ വേനൽക്കാലത്ത് ക്ലീൻ ചെയ്യണം. കണ്ടോ, പൊടി കണ്ടോ? തേനീച്ചകൾ കൂട് ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം ഇതാണ്ടോ. ഇതുപോലുള്ള പൊടികളെല്ലാം നമ്മൾ ഈ വേനൽക്കാല സമയത്തും കളഞ്ഞിരിക്കണം. അടിപ്പറയെ നല്ലത് വൃത്തിയാക്കണം. കണ്ടോ, തിരിച്ച് വെച്ചാലും കുഴപ്പമില്ല. അതുപോലെ ഈ നമ്മളിതെടുത്ത് വെക്കുന്നു. ഇതിൻ്റെ അടിവശവും നമ്മൾ ക്ലീൻ ആക്കണം. ഇതിൻ്റെ അടിവശത്തിൻ്റെ ഈ വശവും ഇങ്ങനെ ക്ലീൻ ആക്കണം. ഈ 4 വശവും, ഈ പെട്ടിയുടെ 4 വശവും ഇതുപോലെ വൃത്തിയാക്കണം. ഉയർത്തിയിട്ട് അവിടെയും ഈ മെഴുകുഴുകളുണ്ടാകാം. ഉയർത്തി ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് പാട്. കണ്ടോ, ഇതിൻ്റെ അടിവശം വശത്ത് കണ്ടോ ഉണ്ട്. ഇതിൻ്റെ അടിവശത്തും മെഴുകുഴുക്കളുണ്ട്. കണ്ടോ, കാണിക്കാം. കണ്ടോ, ഇത് കണ്ടോ. ഇതിൻ്റെ അടിവശം ഇങ്ങനെ വൃത്തിയാക്കണം. അപ്പോൾ അടിപ്പലയൊക്കെ നോക്കണം. എല്ലാം ഒന്നെടുത്ത് ക്ലീൻ ചെയ്യണം. കണ്ടോ, ഈച്ചകളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. സൈഡടകളൊക്കെ ഒന്ന് നോക്കുക. കണ്ടോ, ഇതുപോലുള്ള അസ്ഥിപഞ്ജരമായ അടകളെയൊക്കെ നമ്മൾ എടുത്ത് കളയണം. മെഴുകുഴി വ്യാപിച്ചു. കണ്ടോ, ഇവിടെ ഇതും മെഴുകുഴിയാണ്. ഇങ്ങനത്തെ ഈച്ചകൾ ഇരിക്കത്തില്ല. അതുകൊണ്ട് നമ്മളതെല്ലാം ക്ലീൻ ആക്കുകയാണ്. കണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. കണ്ടോ, ഇതിൻ്റെ അടിവശമൊക്കെ കണ്ടോ. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ ഈ കൂടും പോകും. ഇതുണ്ട്, ഇവിടുത്തെ പുഴുക്കളാണ്. മുഴുവൻ മെഴുകുഴുക്കളാണ്. കണ്ടോ, പിന്നെ അടുത്ത അട ഇതുതന്നെയാണ്. നല്ല അട മാത്രം നിർത്തുക. നമ്മൾ ഈ അട ഇതുപോലെ അസ്ഥിപഞ്ജര ബാക്കിയിരിക്കുകയാണ്. മെഴുകുഴി കയറിയിരിക്കുകയാണ്. ഇതെല്ലാം വൃത്തിയാക്കണം. കണ്ടല്ലോ, ഇതെല്ലാം വൃത്തിയാക്കണം. ഈ കൂടിൻ്റെ ഉൾഭാഗവും ഈ സൈഡ് വശമെല്ലാം വൃത്തിയാക്കി വെക്കും. ഈ 4 സൈഡ് ഉണ്ടല്ലോ. ഇതാണ് ഈ സൈഡ് എല്ലാം. കണ്ടോ വേഗം പോയതാണ്. തേൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നീക്കം ചെയ്യാം. നല്ല അടകൾ മാത്രം. കണ്ടല്ലോ.